മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചിലർ പേർ വരുന്നു. അവർ അഭിനേതാക്കളായി മാത്രമല്ല, ചിന്തിപ്പിക്കുന്ന കലാകാരന്മാരായി മാറുന്നു. അത്തരത്തിലുള്ള ഒരാളാണ് നമ്മുടെ സ്വന്തം ശ്രീനിവാസൻ. സരളമായ സംഭാഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സാമൂഹിക വിമർശനങ്ങൾ, നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്ന അത്ഭുത കഴിവ്, അതാണ് ശ്രീനിവാസൻ എന്ന കലാകാരന്റെ ശക്തി. ശ്രീനിവാസൻ നമുക്ക് സമ്മാനിച്ച ഒരുപിടി കഥാപാത്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. സ്വപ്നങ്ങൾ, പ്രവാസം, ജീവിതം. A tribute to the legendary actor Srinivasan. സിരിപ്പ്, ടെലഫോൺ മണി പോലൻ കാതിൽ മുഴങ്കട്ടു സമ്പകോ. സിറി, ഭയപ്പെട വേണ്ട சம்பகம், பக்கத்துல வா. நீ யாரையா பாக்குறது? அந்த லாசன அந்த ஆள் முட்டா கழுத, ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂളയില്ല. നീ അപ്പടിയേ വന്ന് ഒരു കിസ് കൂടെ. സാറിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. സാർ, അതായത് എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണ് കെട്ടണത്രേ. പെണ്ണ് കിട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ അതിന് തടസ്സമാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്കുന്ന ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ട് തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്നും. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം. ബൂർഷ്വാസി കം സെലിബ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡിൽ സക്സലിയുടെ പുസ്തകം? അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലം ഇല്ല? അതൊക്കെയുണ്ട്. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്.
ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവ ബീച്ച്. ഹവാ ബീച്ചോ? അതൊന്ന് ബീച്ചാണ്. അതേതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സർ. ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ. പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്ന് വായിച്ചോളൂ. ആദ്യ രാത്രി കലക്കാം. പോട്ടെ, സാറിന്റെ ആദ്യ രാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ? പുതിയ ടൈപ്പ് എന്ന് വെച്ചാൽ പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ, പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ. രമസാനിലെ ചന്ദ്രികയോ അറബിത്തെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. വടക്കേപ്പള്ളി 500 പറ കണ്ടോ? അന്റെ പേരിൽ എഴുതി തരട്ടെ? വേണ്ട. ഇനി എന്താ വേണ്ടേ? 10 കൊമ്പനാരാണ് തരട്ടെ? അല്ല, നമ്മൾ അനക്ക് ഒരു കുറവും പറ്റൂല. ഈ പത്തരമാറ്റ് തങ്കത്തിനെ ഞമ്മക്ക് കിട്ടിയാൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. ഇങ്ങോട്ട് അടുത്ത് വാ മുത്തേ, നിൽക്കാൻ്റെ അടുത്ത് വാ. ഇനി ഞമ്മക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മളെ കൽപ്പന. ഇങ്ങോട്ട് അടുത്ത് വാങ്ങു. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് നമ്മൾ കെട്ടിയതിന്റെ ഒപ്പം മണിയറെ കഴിഞ്ഞാല് നിങ്ങൾ മയ്യത്തായി പോകും. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും എൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഏത്ത് തൊട്ട അപ്പം മയ്യത്താവെന്ന് പറഞ്ഞിട്ട് കള്ളപ്പന്നി. രാത്രിയിൽ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ കേട്ടു. പക്ഷെ കള്ളന്മാരായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങള് കഥവ് തുറന്നില്ല. കൊച്ചേ, ഒന്ന് നിന്നെ. നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയൊക്കെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്? വരുന്നു. മേസ്ത്രിമാരൊന്നും ഇവിടെ കാണില്ല. ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായത്. ജിജി, ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നലോടി. വാട്ട്? ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവരാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി ഉടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. എന്റെ പേര് ജിജി ഡാനിയൽ. ഞാൻ കാഞ്ചന. സ്വീറ്റ് നെയിം. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കാഞ്ചിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കാഞ്ചിയല്ല, കാഞ്ചന. കാഞ്ചിന്ന് വിളിക്കാനാ സൗകര്യം. ഹസ്ബൻഡ്? ഹസ്ബൻഡ് മൂപ്പര് എഞ്ചിനീയറാ. Meanwhile, the so-called engineer. നീ എന്താ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്?
നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലെയും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയലും ഭയങ്കര മനോഹരായിരിക്കും. കുളിച്ചു വാ. കണ്ടോ കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെയാ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാള് വേണം, എന്നാലേ ശരിയാവൂ. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി. എന്തോ എടാ പട്ടി, എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ടേ ഞാൻ വാഷ് ചെയ്യും. നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. വാ. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ CID കോഡാ. ഒരിക്കലും നമ്മുടെ CID കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ. വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. അതെ, പേടിപ്പിക്കാനും നോക്കല്ലേ. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. അമേരിക്കയിൽ ചെന്ന കോടീശ്വരനായി പച്ച പരിഷ്കാരിയായ ശ്രീനിയേട്ടൻ നാട്ടിലേക്ക്. എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയന്റെ കുട്ട. പറ. ഓക്കെ, അതിനെന്താ? എന്തിനാണോ ഭൂമി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തള്ളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിന്നാക്കുവാകാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ചു പൊളിച്ച് തീരും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണം, ബഹുമാനിക്കാൻ ശീലിക്കണം. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ, കൂത്തുകുമ്മിനാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. നാമനായി മാറനായി വന്നിതാ എന്റെ മച്ചൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ.
സിനിമാ കൊട്ടകയും പൊളിഞ്ഞു, പെണ്ണും പോയി, പണവും പോയി. നമ്മൾ എന്ത് ചെയ്യടാ? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 റുപ്യന്റെ പണി, മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്കെന്താ ഉള്ളത്? മാമയും പോയി, മൈമുനയും പോയി, കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നുന്നായിരിക്കും. എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല നമ്മൾ ഈ ഗതിയിലായത്. നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ തരം ആശയങ്ങൾ നമ്മളിൽ സ്വാധീനം ചെലുത്തും. ഒരു പ്രായത്തിൽ നമ്മൾ വിപ്ലവകാരിയാവും, രക്ഷിതാക്കളെ എതിർക്കും, ദൈവത്തെ നിഷേധിക്കും, യുക്തിവാദിയാകും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വീണ്ടും ദൈവവിശ്വാസിയായേക്കാം. പിന്നൊരു ഘട്ടത്തിൽ തത്വജ്ഞാനിയാകും. ഒടുവിൽ അതും വേണ്ടെന്ന് വെക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെയാണ് നമ്മൾ യഥാർത്ഥ നമ്മളാകുന്നത്. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ, ഈറന്നിലാവിൻ ഹൃദയത്തിൽ നിന്നൊരു പിൻവിളി കേട്ടില്ലേ, മറുമൊഴി മിണ്ടിയില്ലേ. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ.